കഴിഞ്ഞ വീഡിയോയിൽ കാശ്മീരിൽ വന്നിട്ടുള്ള ഗുൽമർഗിലെയും ദാൽ ലേക്കിലെയും വിശേഷങ്ങൾ പരിചയപ്പെടുത്തുന്ന എപ്പിസോഡ് ഇട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ സെക്കൻഡ് പാർട്ടിൽ സോനമർഗ് എന്ന് പറഞ്ഞ സ്പോട്ടിലേക്കാണ് പോകുന്നത്. സിന്ധു നദിയുടെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നല്ലൊരുപാട് വിഷ്വൽസ് കാണാൻ പറ്റുന്ന ഒരു ഗംഭീര യാത്രയാണ് സോനമർഗിലേക്കുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതും ഏതൊക്കെ കാഴ്ചകളാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളതും ഒന്ന് കണ്ടുനോക്കാം. ഇവിടെ മുതലാണ് സിന്ധു നദിയുടെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത്. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ മലകളും ആ നദിയുടെ ഒഴുക്കും ഇങ്ങനെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ചൈനയിലെ ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലൂടെയും ഇന്ത്യയിലൂടെയും ഒഴുകുന്ന ഒരു നദി കൂടിയാണ് സിന്ധു. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ആസ്വദിച്ച് നമുക്ക് ആ ഒരു യാത്ര അനുഭവിക്കാൻ പറ്റും ഈ വഴി വരുമ്പോൾ. അപ്പോൾ അതിലെ സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല വിഷ്വൽസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഇതിനകത്ത് കാണിച്ചു തരാം. സ്ഥലം കാശ്മീർ ആയതുകൊണ്ട് തന്നെ യുദ്ധവിമാനങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോണത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പോകുന്ന വഴി തന്നെ ഇതുപോലത്തെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നല്ലൊരു ഭംഗി കണ്ടപ്പോൾ വണ്ടി നിർത്തി ഒരു ചായയൊക്കെ കുടിക്കാൻ ഇറങ്ങി. ചെറിയൊരു ടൗണാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ ഇറങ്ങിയാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിന്ധു നദിയുടെ ഭംഗി കുറച്ചും കൂടെ നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ നമുക്ക് ഇവിടുത്തെ വിഷ്വൽസ് കിട്ടുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും യാത്ര തിരിച്ച് വീണ്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരുന്നോ അതേപോലെയൊക്കെ തന്നെ വീണ്ടും നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ മടുക്കാത്ത കുറേ കാഴ്ചകളായിരിക്കും ഉണ്ടാവുക. അധികം വൈകാണ്ട് തന്നെ നമുക്ക് കുറച്ച് ഗ്രാമക്കാഴ്ചകളും കൂടെ നമുക്ക് ഈ പോകുന്ന വഴി കാണാൻ പറ്റും. അങ്ങനെ സോനമർഗിൻ്റെ ആ പരിസരം എത്തുമ്പോഴേക്കും റോഡിൻ്റെ ഗതി മൊത്തത്തിലൊന്ന് മാറി തുടങ്ങി. ഈ പാറകൾ ഇടിഞ്ഞെടുക്കുന്ന കുറച്ച് വഴിയുടെ ഇടയിൽ കൂടെ ആയി പിന്നെയുള്ള യാത്ര. വല്ലാണ്ട് മഴയൊക്കെ പെയ്യണ സമയത്ത് ഇവിടെ ഇതുപോലെ പാറകളൊക്കെ റോട്ടിലേക്ക് വീഴാറുണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. പക്ഷെ ആ ഒരു ഇൻഫോർമേഷൻ സത്യം പറഞ്ഞാൽ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിവിടെ പോകുമ്പോൾ തന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ദാ വെൽക്കം ടു സോനമർഗ് എന്ന് വരവേൽക്കുന്ന രീതിയിലൊരു ബോർഡൊക്കെ വെച്ചുകൊണ്ട് ഒരു പാലം നമുക്ക് കാണാൻ പറ്റും. ആ പാലം ക്രോസ് ചെയ്യുമ്പോഴും കാഴ്ചകൾക്കൊരു കുറവുണ്ടാവില്ല. നല്ല ഭംഗി തന്നെ കാഴ്ചകളൊക്കെ കണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മൾ ആ ഫൈനൽ പോയിന്റിലേക്ക് എത്തും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് നമ്മൾ ആ മല കയറിപ്പോയി തജ്വാസ് ഗ്ലേഷ്യർ എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിലേക്ക് എത്താനാണ്. 1 മണിക്കൂറിൻ്റെ അടുത്താണ് നമുക്ക് ആ കുതിരപ്പുറത്ത് പോകേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. അത് ഞാൻ ഈ ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ക്ലൈമറ്റ് ഒന്ന് മാറി തുടങ്ങി. ചെറുതായിട്ടൊരു മഴയും ആ ദൂരെ ആ സ്നോഫോളൊക്കെ ചെറുതായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ത്രില്ലടിച്ചിട്ടാണ് ആ കുതിരപ്പുറത്ത് പോയി ആ തജ്വാസ് ഗ്ലേഷ്യർ ഒന്ന് വിസിറ്റ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് മൊത്തം കിട്ടാൻ കാത്തിരിക്കണത്. ഇവിടെ 3500-2500 രൂപയാണ് ഒരു കുതിരയ്ക്ക് പെർ ഹെഡ് ചാർജ് ചെയ്യുക. പക്ഷേ ഞാൻ പോയത് 850 രൂപയ്ക്കാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ 850 രൂപയ്ക്ക് കുതിരയും 250 രൂപയ്ക്ക് ബൂട്ടും കൂടെ ഞാൻ റെൻ്റ് എടുത്തു. അങ്ങനെ യാത്ര ആരംഭിച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതാ ഇതേപോലത്തെ കുറച്ച് നല്ല നല്ല വ്യൂ നല്ല രീതിയിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ അവിടെ എത്തുന്ന വരെയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കിനി ഒന്ന് കണ്ടുനോക്കാം. സൽമാൻ ഖാൻ്റെ ബജ്റംഗി ഭായ്ജാൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനാണിത്. സത്യം പറഞ്ഞാൽ കണ്ട് മതി വരാത്ത ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഈ ഒരു സ്പോട്ടിൽ നമുക്ക് കിട്ടുന്നത്.
മുകളിലെത്തിയപ്പോഴേക്കും ചെറിയ രീതിയിൽ മഴ പൊഴിഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അന്തരീക്ഷം മൊത്തത്തിൽ കാണാൻ തന്നെ ഒരു വേറെ ഭംഗി തന്നെയായിരുന്നു. ഹോളിവുഡ് സിനിമകളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഇതുപോലത്തെ സ്ഥലങ്ങൾ നമ്മളുടെ ഇന്ത്യയെ തന്നെ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സിൻ്റെ ആ ഒരു ഹാപ്പിനെസ് എനിക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാശ്മീർ കണ്ടിരിക്കണമെന്ന് എല്ലാവരും പറയാനുള്ള കാരണം തന്നെ ഈ സ്ഥലത്തിൻ്റെ ഈ ഒരു പ്രത്യേകതകളാണ്. പക്ഷെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ്. അത്യാവശ്യം നല്ല ക്രൗഡുള്ള ടൈമാണ്. കാരണം ഞാനിത് വിസിറ്റ് ചെയ്തത് ഒരു ഏപ്രിൽ മാസമാണ്. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്ന് പറയുന്നത് കാശ്മീർ കാണാൻ പറ്റിയൊരു സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൂറിസ്റ്റുകളുടെ തിരക്ക് നല്ല രീതിയിലൂടെ കാണപ്പെടും. പക്ഷെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇത്ര നല്ല സ്ഥലമാകുമ്പോൾ ആരും തന്നെ മിസ് ചെയ്യില്ല. അപ്പോൾ അതിനനുസരിച്ച് കുതിരകളും ഉണ്ടാവും, അതിനനുസരിച്ച് ആൾക്കാരും ഉണ്ടാവും, തിരക്ക് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് കിട്ടുകയും ചെയ്യും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ആക്ടിവിറ്റിയാണിത്. ആ പലകേമ നമ്മളെ കയറ്റിയിരുത്തി ഇങ്ങനെ തള്ളിക്കൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് നേരെ താഴേക്ക് അങ്ങോട്ട് വിടും. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ നമ്മളിങ്ങനെ താഴേക്ക് എത്തും. അതൊരു ആക്ടിവിറ്റിയാണ്. അതിനെത്രയാണ് എമൗണ്ട് എന്ന് എനിക്കറിയില്ല. കണ്ടപ്പോൾ എനിക്കതങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു മാനസികാവസ്ഥ എനിക്ക് അതിനകത്ത് വന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ട്രൈ ചെയ്തില്ല. പക്ഷേ പോയവർക്കായാലും അത്ര ഗംഭീര ഒരു എക്സ്പീരിയൻസ് അത് കിട്ടിയില്ല എന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞത്. പിന്നെ ഈ കാണുന്ന ഒരു കുഞ്ഞി കട കണ്ടോ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതേപോലെ തണുപ്പത്ത് നമുക്ക് നല്ല ചൂട് ചായയും മാഗിയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ കടയ്ക്കകത്തത് കിട്ടും. തീ പിടിച്ച വിലയാണ്. ചായക്ക് 60 രൂപയും മാഗിക്ക് 150 രൂപയും അങ്ങനത്തെ രീതിയിലാണ് ചാർജ് ചെയ്യുന്നത് ഇവർ. പക്ഷേ അവർക്ക് കിട്ടുന്ന വരുമാനം ആകെ ഈ സീസൺ ടൈം ആയതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്ര റേറ്റിൽ അവർ സെല്ല് ചെയ്യണത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യില്ല, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഇവിടുത്തെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ താഴേക്ക് വീണ്ടും ഇറങ്ങിയത്. ഇനി സോനാമർഗ് വരുമ്പോൾ എനിക്കുണ്ടായൊരു മോശാവസ്ഥ, അതായത് നമ്മൾ ഈ സ്ഥലം നല്ലൊരു പീസ്ഫുൾ മൈൻഡിൽ കാണാൻ വന്നിട്ട് തർക്കിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും, അതെനിക്ക് ഇവിടെ നല്ല രീതിയിൽ ഫേസ് ചെയ്യേണ്ടി വന്നു. നമ്മളുടെ ടാക്സിയിൽ ഇവിടെ എത്തിയപ്പോൾ ടാക്സി ഡ്രൈവർ ഞാൻ എത്തുന്നതിനൊക്കെ മുമ്പേ തന്നെ ഒരു കമ്മീഷൻ ഏജൻറ്റിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇത്രയും പേര് വരുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആ ഏജൻറ്റ് നേരെ വരും, എന്നിട്ട് നമ്മളെ അട്ട പിടിച്ച പോലെ പിടിക്കും, എന്നിട്ട് പറയും 2500 രൂപയ്ക്ക് അല്ലെങ്കിൽ 3000 രൂപയ്ക്ക് കുതിര സഫാരി പോവാം, അത് ചെയ്യാം, ഇത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ അവൻ്റെ ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രീതി, നമുക്ക് ഒഴിവാവാത്ത രീതിയിലാണ് ഇവന്മാർ നമ്മളെ പുറകെ ഇങ്ങനെ കൂടുക. എന്നിട്ട് ഒടുവിൽ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഞാൻ വേറെ നോക്കിക്കോളാന്ന്. അങ്ങനെ വേറെ നോക്കി ഞാൻ വില പേശി ഒരു 1000 രൂപയ്ക്ക് ഒപ്പിച്ചപ്പോഴേക്കും അവിടെ വന്ന് ഈ ഏജന്റ് എന്ന് പറയുന്ന ഒരുത്തൻ മറ്റവനോട് പോയി ചൂടായി ഭീഷണിപ്പെടുത്തി ആ ഒരു ഡീല് ലാസ്റ്റ് അയാൾ നമുക്ക് തരാണ്ടായി. അങ്ങനെ എനിക്ക് ഈ ഏജന്റിനോട് ഇതിനെ ചൊല്ലി കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്ന് അവൻ തിരിച്ച് ഇങ്ങോട്ടും റേസായി. അങ്ങനെ നമ്മളുടെ ആ ഒരു എൻ്റെയർ മൂഡ് കളയുന്ന രീതിയിലായിരുന്നു അവൻ്റെ ഇങ്ങോട്ടുള്ള അപ്രോച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സോനാമർഗ് വരുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. അതിതാ ഈ കാണുന്ന പിള്ളേരാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇവരുടെ എമൗണ്ടാണ് 850 രൂപയ്ക്ക് അവർ ഫിക്സ് ആക്കി തരുന്നത്. അപ്പോൾ ഇവർക്ക് ഡയറക്റ്റ് ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കോൾ ചെയ്ത് വരാൻ പറ്റും. അതാകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് സമാധാനപരമായി നല്ല ബഡ്ജറ്റ് രീതിയിൽ ഈ സ്ഥലം കണ്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അങ്ങനെ തിരിച്ചിറങ്ങിയപ്പോഴേക്കും മഴ ഇങ്ങനെ പെയ്തു തുടങ്ങിയിരുന്നു. അപ്പോൾ അടുത്ത ലക്ഷ്യം പെഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താന്നുള്ളതാണ്. കാശ്മീരിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് പെഹൽഗാം. അപ്പോൾ ഒരുപാട് നല്ല കാഴ്ചകൾ പെഹൽഗാം വീഡിയോസിൽ വരുന്നുണ്ട്. അപ്പോൾ അത് 3ാം ഭാഗമായിട്ടായിരിക്കും വരുന്നത്. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.